വെൽക്കം ബാക്ക് ടു JP റിവ്യൂ. അപ്പോൾ നമ്മുടെ വീക്കെൻഡ് മൂവി സീരീസിലെ എപ്പിസോഡ് 3 ആണിത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അതായത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വെറുതെ വീഡിയോ കണ്ട് ബാക്ക് അടിക്കുന്നതിന് പകരം സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതായത് എന്നാലേ കുറേ പേർക്ക് എത്തത്തുള്ളൂ. നിങ്ങൾ മാത്രമല്ല കാണുന്നത്, കുറച്ച് ഷെയറിങ്ങും ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ മൂവിയാണ് ഹാച്ചി ദ ഡോഗ്സ് ടെയിൽ. ഹാച്ചി ദ ഡോഗ്സ് ടെയിൽ എന്നാണ് സിനിമയുടെ പേര്. ഇതൊരു നൈസായിട്ടൊരു ഇമോഷണൽ മൂവിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പട്ടിയെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് സിനിമയുടെ ഒരു കഥ ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്കത് സ്പോയിലർ ആവും. നൈസ് മൂവിയാണ്, ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതായത് ഇത് യഥാർത്ഥ സംഭവമാണ്. അതായത് ഇങ്ങനെ ശരിക്കും നടന്നിട്ടുണ്ട് സ്ഥലത്ത്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞ കൂടുതൽ സ്പോയിലർ ആക്കുന്നില്ല. പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല, ഒരു ഡോഗ് മൂവി എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും കാണാം. അതായത് സിനിമയിൽ വേറെ കഥയും കൂടിയുണ്ട്. വെറുതെ ഒരു ഡോഗ് മൂവി മാത്രമല്ല, വേറൊരു കഥയും കൂടി സിനിമയിലുണ്ട്. ഓക്കെ, അപ്പോൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. 1 മണിക്കൂറിനടുത്തും കണ്ട സിനിമയുള്ളൂ. സിനിമയ്ക്ക് ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരു അക്കാഡമി അവാർഡൊക്കെ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സിനിമയ്ക്കുമല്ലോ, ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആമസോൺ പ്രൈം വീഡിയോസിൽ അവൈലബിൾ ആണ് കേട്ടോ. അടുത്ത സിനിമയാണ് അയാം കലാം. 2010 ഇറങ്ങിയ സിനിമയാണ്. ഈ സിനിമയ്ക്ക് 3-4 അവാർഡ് എങ്ങാണ്ടുണ്ട്, അറിയില്ല കൃത്യമായിട്ട്. സിനിമ ഒരു കൊച്ചുകുട്ടിയെ തുടർന്ന് പിന്നെ കൊച്ചുകുട്ടിയുടെ ജീവിതത്തിലുണ്ടാവും സംഭവങ്ങളാണ്. സിനിമ നമുക്കിങ്ങനെ വെറുതെ കണ്ടിരിക്കാവുന്ന രസമാണ്. അതായത് വെറുതെ ഇങ്ങനെ കണ്ടുപോകൊണ്ടിരിക്കാവുന്ന രസമാണ്. നല്ലൊരു കഥയുണ്ട് സിനിമയിൽ. അതായത് ഒരു കൊച്ചിൻ്റെ ആഗ്രഹം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു കൊച്ചിൻ്റെ ആഗ്രഹമൊക്കെ നമുക്ക് വേണമെങ്കിൽ സിനിമയിൽ പറയാം. അതായത് ചെക്കൗട്ട് തുക 2010 ഇറങ്ങിയ സിനിമയാണ്. ഒരു കൊച്ചിൻ്റെ ആഗ്രഹം, അതായത് ചെറിയ കൊച്ചിൻ്റെ ഒരു ചായക്കടയിൽ ജോലി ചെയ്യുന്ന കൊച്ചിൻ്റെ ഒരു ആഗ്രഹം, ഒരു ഡ്രീം എന്നൊക്കെ വേണമെങ്കിൽ സിനിമയിൽ പറയാം. പിന്നീട് ആ കൊച്ചിൻ്റെ ജീവിതത്തിലുള്ള സംഭവങ്ങളും കിടന്നു വരുന്ന ആൾക്കാരും അവരുടെ കോമഡീസും അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ ഈ 2 സിനിമയും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.